നമസ്തേ ടീച്ചേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം നോക്കാൻ പോകുന്നത് വിശ്വ ഹിന്ദി സമ്മേളനമാണ്. അപ്പോൾ 12 വിശ്വ ഹിന്ദി സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. പല എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുണ്ട്. JLT, HST, സെറ്റ്. ഇപ്പോൾ കഴിഞ്ഞ സെറ്റിനും കൂടി 2023 എവിടെയാണ് നടന്നത് എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. 2023 അതായത് 12ാമത്തെ സമ്മേളനമാണ്. അപ്പോൾ നടന്നത് ഫിജിയിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പെഹ്ല സമ്മേളൻ അവധി 10 മുതൽ 14 ജനുവരി 1975. അപ്പോൾ 1975 പെഹ്ല വിശ്വ ഹിന്ദി സമ്മേളൻ നടന്നത്. സ്ഥാൻ നാഗ്പൂരാണ്, മഹാരാഷ്ട്ര, ഭാരത്. അപ്പോൾ ഇന്ത്യയിൽ നടന്നതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം, അതും ചോദിക്കാറുണ്ട്. ഹെഡ് ശിവസാഗർ രാം ഗുലാം ആണ്. പിന്നെ ഉദ്ഘാടൻ ദ്വാര ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രി, ഭാരത്. പ്രതിഭാഗി ദേശ് 30, പ്രതിനിധിയോം കി സംഖ്യ 122, സുവാക്കി വസുദൈവ കുടുംബകം. ചിലപ്പോൾ ഇതിൻ്റെ സുവാക്കി ചോദിക്കും. കൂടുതലും ചോദിക്കുക ഇയറും സ്ഥാനുമാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ദൂസര സമ്മേളൻ അവധി 28 മുതൽ 30 വരെയാണ്. അത് മാസം ഓഗസ്റ്റാണ് 1976. അപ്പോൾ 1975 കഴിഞ്ഞ നെക്സ്റ്റ് ഇയർ തന്നെ 76 രണ്ടാമത്തത്, ഓർക്കാൻ എളുപ്പമാണ്. സ്ഥാൻ പോർട്ട് ലൂയിസ്, മൊറീഷ്യസ്. ഉദ്ഘാടൻ ദ്വാര അത് കൊടുത്തിട്ടില്ല. അടുത്തത് പ്രതിഭാഗി ദേശ് 17, പ്രതിനിധിയോം കി സംഖ്യ 181. അടുത്തത് തീസര സമ്മേളനമാണ്. അവധി 28 to 30, ഒക്ടോബർ 1983. 75ഉം 76ഉം കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. 83 സ്ഥാൻ നൈദിലാണ്, ഇതും ഇന്ത്യയിൽ തന്നെയാണ്. പിന്നെ പ്രതിഭാഗി ദേശ് 30, പ്രതിനിധിയോം കി സംഖ്യ 260. അടുത്തത് ചൗദ സമ്മേളൻ അവധി 2 to 4, 2 മുതൽ 4 വരെ, ഡിസംബറാണ് 93. അപ്പോൾ 83 കഴിഞ്ഞാൽ പിന്നെ ഓർക്കാൻ എളുപ്പമാണ് 93. സ്ഥാൻ പോർട്ട് ലൂയി തന്നെയാണ്, മൊറീഷ്യസ്. സെയിം ആണ്. 2ഉം 3ഉം 3ഉം 4 അതന്നെ 2ഉം 4ഉം സെയിം ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതായത് പോർട്ട് ലൂയിസിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. പ്രതിഭാഗി ദേശ് 10, പ്രതിനിധിയോം കി സംഖ്യ 203. നെക്സ്റ്റ് പാഞ്ച്വാം സമ്മേളനമാണ്. അവധി 4 മുതൽ 8 വരെ, ഏപ്രിലാണ് 96. അപ്പോൾ നമ്മൾ 93 പറഞ്ഞത്. അപ്പോൾ ഒരു 3 കൊല്ലത്തിന് ശേഷം വീണ്ടും 96. സ്ഥാൻ പോർട്ട് ഓഫ് സ്പെയിനാണ്. നെക്സ്റ്റ് അതിൽ തന്നെ വരുന്നത് പ്രതിഭാഗി ദേശ് 10, പ്രതിനിധിയോം കി സംഖ്യ 21. വിഷയ് പ്രവാസി ഭാരതീയ ഓർ ഹിന്ദി. അപ്പോൾ ആദ്യത്തെ ഇതിൽ സുവാക്കിയാണ്, വസുദൈവ കുടുംബകം. ഇതിൽ വിഷയ് പറഞ്ഞിട്ടുണ്ട്, അതായത് 5ാമത്തെ ഇതിൽ പ്രവാസി ഭാരതീയ ഓർ ഹിന്ദിയാണ്. അത് ഛടാ സമ്മേളനമാണ്. അവധി 14 തൊട്ട് 18 വരെ, സെപ്റ്റംബറിലാണ് 1999. അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്, 3 കൊല്ലത്തിന് ശേഷമാണ്. 93, 96, 1999. സ്ഥാൻ ലണ്ടനാണ്, UK. പ്രതിഭാഗി ദേശ് 21, പ്രതിനിധിയോം കി സംഖ്യ 700. അടുത്ത 7വാം ഹിന്ദി സമ്മേളനമാണ്. അവധി 6 മുതൽ 9 വരെയാണ്, ജൂൺ 2003 നടക്കുന്നത്. സ്ഥാന് പാരാമാരിബോ, സൂരിനാമാണ്. സ്ഥലം വരുന്നത്. പ്രതിഭാഗി ദേശ് 16, പ്രതിനിധിയോം കി സംഖ്യ 500. ഇതിൽ വിഷയ് വരുന്നുണ്ട്. വിഷയ് വിശ്വ ഹിന്ദി നയി ശതാബ്ദിക്ക് ചുനൗത്തിയാം. നെക്സ്റ്റ് 8വാം സമ്മേളനമാണ്. ഓർക്കാൻ എളുപ്പമാണ്. 2003 കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 കൊല്ലത്തിന് ശേഷം ആണ് നടക്കുന്നത്. 2007. അവധി 13 തൊട്ട് 16 വരെ, ജൂലൈ 2007. സ്ഥാൻ ന്യൂയോർക്ക്, USA. പ്രതിഭാഗി ദേശ് 20, പ്രതിനിധിയോം കി സംഖ്യ 800. ഇതിലും വിഷയ് വരുന്നുണ്ട്. വിശ്വമഞ്ച് പർ ഹിന്ദി. അടുത്തത് 9വാം സമ്മേളനമാണ്. അവധി 22 to 24, സെപ്റ്റംബറാണ് 2012. സ്ഥാൻ ജോഹാൻസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. പ്രതിഭാഗി ദേശ് 30, പ്രതിനിധിയോം കി സംഖ്യ 200. അടുത്ത 10വാം സമ്മേളൻ അവധി 10 to 12, സെപ്റ്റംബർ 2015.
ഉദ്ഘാടൻ ദ്വാര നരേന്ദ്രമോദി ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രതിഭാഗി ദേശ് 50, പ്രതിനിധിയോം കി സംഖ്യ 2000. അപ്പോൾ കുറേ പേര് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, പ്രതിനിധീകരിച്ചിട്ടുണ്ട്. വിഷയ് ഇതിലും ഉണ്ട്, ഹിന്ദി ജഗത് വിസ്താർ ഏവം സംഭാവനായും. അടുത്ത 11വാം സമ്മേളനമാണ്, അവധി 18 to 20 ഓഗസ്റ്റാണ്, 2018. അപ്പോൾ ചിലതൊക്കെ ഒരു 4 കൊല്ലം 3 കൊല്ലം ഗ്യാപ്പാണ്. സ്ഥാൻ പോർട്ട് ലൂയിയാണ്. അപ്പോൾ പോർട്ട് ലൂയി മൗറീഷ്യസിൽ 3 നടന്നുണ്ട്. നേരത്തെ 2ഉം 4ഉം പറഞ്ഞു, അപ്പോൾ പിന്നെ 10. यह सम्मेलन भारत के पूर्व प्रधानमंत्री अटल बिहारी वाजपेयी को समर्पित रहा. കേന്ദ്രീയ വിഷയം വൈശ്വിക് ഹിന്ദി ഓർ ഭാരതീയ സംസ്കൃതിയാണ്. അപ്പോൾ ഇതിലൊക്കെ വിഷയം വരുന്നുണ്ട്. ഇത് 12വാം സമ്മേളനമാണ്, 15 to 17 ഫെബ്രുവരി 2023. സ്ഥലം ഫിജിയാണ്. ഭാരത് का प्रतिनिधित्व विदेश मंत्री एस जयशंकर ആണ്. സമ്മേളൻ का विषय हिंदी पारंपरिक ज्ञान के കൃത്രിം മേധാതക് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിശ്വ ഹിന്ദി സമ്മേളൻ 12 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ പെഹല സമ്മേളൻ മെയിനായിട്ട് ഡേറ്റും പ്ലേസും ഓർത്ത് വെക്കുക. അതിലിപ്പോൾ ഇന്ത്യയിലുള്ളത് പെഹല സമ്മേളൻ ഇന്ത്യയിലാണ്, നാഗ്പൂരിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വരുന്നത് പിന്നെ 10വാം സമ്മേളൻ വരുന്നുണ്ട്, ഭോപ്പാൽ ഇന്ത്യ. അതുപോലെ തന്നെ തീസര സമ്മേളൻ വരുന്നുണ്ട്, നൈ ദില്ലിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2-3 ഇന്ത്യയിൽ വരുന്ന ഡേറ്റുകളൊക്കെ മറക്കാതെ തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. വിശ്വ ഹിന്ദി സമ്മേളൻ പെഹല സമ്മേളൻ ഡേറ്റ് 10 to 14 ജനുവരി 1975. സ്ഥലം വരുന്നത് നാഗ്പൂർ, 1975 ഇയർ. ദൂസര സമ്മേളൻ വരുന്നത് 1976 പോർട്ട് ലൂയിസ് ആണ്. തീസര സമ്മേളൻ വരുന്നത് 1983 നൈ ദില്ലി. നെക്സ്റ്റ് 14 സമ്മേളൻ വരുന്നത് 93 മൗറീഷ്യസ്. നെക്സ്റ്റ് വരുന്നത് 5വാം സമ്മേളനാണ്, 96 സ്പെയിനിൽ. പിന്നെ ചടാ സമ്മേളൻ 99 ലണ്ടനിൽ. 7വാം സമ്മേളൻ പാരാമാരിബോ 2003 8വാം സമ്മേളൻ ന്യൂയോർക്കിലാണ്. 9വാം സമ്മേളൻ ജോഹാൻസ്ബർഗിലാണ്. 10വാം സമ്മേളൻ ഭോപ്പാലിലാണ്. 11വാം സമ്മേളൻ വരുന്നത് പോർട്ട് ലൂയിലാണ് 2018. 12വാം സമ്മേളൻ 2023 ഫിജി. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ഒരു മാർക്ക് ഇതിൽ പോകരുത്. അപ്പോൾ ഇയറും ആലോചിക്കാൻ എളുപ്പമുണ്ട്. 75 പിന്നെ 76 പിന്നെ 83 93 പിന്നെ 96 99 3 കൊല്ലം ഗ്യാപ്പ് വരുന്നുണ്ട്. പിന്നെ 99 കഴിഞ്ഞാൽ പിന്നെ 2003 3 കഴിഞ്ഞാൽ പിന്നെ 7 2007 പിന്നെ 2012 പിന്നെ 2015 പിന്നെ വരുന്നത് 2018. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ധന്യവാദ്.